ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചായ ബജി. കല്യാണ വ്ലോഗിന് ശേഷമുള്ള നമ്മളെ ആദ്യത്തെ യാത്രാ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ട്രാവൽ ടു ചിക്കമംഗ്ലൂർ. ചിക്കമംഗ്ലൂർ യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ദിവസം രാത്രി അന്ന് കുഞ്ഞൂസ് വിളിച്ചു പറഞ്ഞു, അച്ഛൻ നമുക്ക് ടൂർ പോകണം, എവിടെയെങ്കിലും പോയാൽ മതി പറഞ്ഞു. കുഞ്ഞൂസ് എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് ചിക്കമംഗ്ലൂർ യാത്ര. അവ കുഞ്ഞോട് കിടന്നു ആടി പോകുന്നില്ല. കുഞ്ഞിന് ബ്ലാങ്കറ്റായി, തലേണായി. നീ അവിടെ കിടക്കണോ? കിടക്കണോ? നോക്കണ്ട്, സെറ്റല്ലേ നോക്കണ്ട്. കുഞ്ഞിനാണ് മറിയാ. സെറ്റ് ഓക്കെ അല്ലേ കുഞ്ഞു? അടിപൊളി. കുഞ്ഞോട് പോന്നോളൂ. ഒരുപാട് രാത്രിയായി. പിന്നെ ചിന്നുവിനോടുള്ള ബൈ ബൈ പറഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ ട്രിപ്പിലും ഇല്ല പോലെ കുഞ്ഞൂസിന് കടന്നുറങ്ങാൻ വേണ്ടി നല്ല ബെഡ് സ്പേസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു നല്ല ഹാപ്പിയാണ്. പിന്നെ HP കയറിയിട്ട് ഏകദേശം ഫുൾ ടാങ്കിനടുത്ത് പെട്രോൾ അടിച്ചു. ശരിക്കും നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കൊടൈക്കനാലേക്കാണ്. കൊടൈക്കനാൽ പെട്ടെന്ന് പോയി വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ട്രിപ്പ് നല്ല ചിക്കമംഗ്ലൂരേക്ക് ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ നല്ല വിശപ്പില്ലോണ്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കായിരുന്നു. ഹെവി ഫുഡ് അടിച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കം വരാൻ തുടങ്ങി കേസ്. പിന്നെ രാത്രിയിലെ ഡ്രൈവിങ് ഭയങ്കര മോശമായതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് പിറ്റേ ദിവസം രാവിലെ പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം പെരിയെത്തി കേസ്. അങ്ങനെ നമ്മൾ പെരിയ കുണ്ടംകുഴി വഴി നേരെ മുന്നാട് റൂട്ടിൽ കയറിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേസ്. മൊത്തം പൈനാപ്പിൾ കൃഷിയും റബ്ബർ കൃഷിയും മാത്രമേ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളൂ. അമ്മ ഒരു കർണാടകക്കാരി, നീലിമയുടെ അച്ഛൻ കർണാടകക്കാരൻ, മൊത്തം കർണാടകക്കാർ. ഇനി അങ്ങോട്ട് ഫുള്ള് കർണാടകക്കാർ. അത് ഇന്നസെന്റിന്റെ ഡയലോഗ് എനിക്ക് അറിയില്ല അല്ലേ? ഇവിടെ ഒന്നും കാണില്ല, സിനിമയും കാണില്ല, ഡയലോഗും അറിയില്ല. കുഞ്ഞൂസ് സൈഡായി. കുഞ്ഞൂസിന് അമ്മയുടെ അടി കൊണ്ടോണ്ട് സൈഡായല്ല കുഞ്ഞു അല്ലേ? കുഞ്ഞു നമ്മളവിടെ പോകുന്നു. കുഞ്ഞു കുഞ്ഞു വേർ വി ആർ ഗോയിങ്. അയ്യോ പാവം. അപ്പൊ നമുക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണ്ടേ കുഞ്ഞു? കുഞ്ഞു ഫുഡ് കഴിക്കണ്ടേ കുഞ്ഞു? ഖാന ഖാന എനിക്ക് ചപ്പാത്തിയും ചിക്കനും ഖാന. നിക്കെന്ത് ഖാന? നിക്കെന്ത് ചോറാ? കുഞ്ഞിനെന്ത്? ബിരിയാണി. കുഞ്ഞിന് ബിരിയാണി. അപ്പൊ നമുക്ക് എന്താക്കണം? ഒരു ഹോട്ടൽ കിട്ടണം, പിന്നെ വണ്ടി സർവീസ് ആക്കണം. സർവീസ് പറഞ്ഞാല് അവിടെ ഫുഡ് കഴിക്കുമ്പോ സർവീസ് ആക്കി തരും. അങ്ങനത്തെ അടുത്ത് നിർത്താം. ഓക്കെ, രണ്ടൊന്നിച്ച് കിട്ടുന്നിടത്ത് നിർത്താം. എന്ത് അമ്മ നീ അടിയാക്കിയോണ്ടോ അമ്മക്ക് പഠിച്ചു കൊടുക്കാത്ത? ഞാൻ എന്റെ ഓക്ക് പഠിച്ചു കൊടുക്കോട്ടാ. വേണ്ടേ?
ഓക്കെ. ഹോട്ടൽ ജംഗിൾ ജംഗ്ഷൻ പേര്. അങ്ങനെ ബദിയടുക്ക ചെക്ക് പോസ്റ്റിനോട് ചേർന്നിട്ടില്ല ഹോട്ടൽ ജംഗിൾ ജംഗ്ഷനിൽ നമ്മൾ നിർത്തി ഗൈസ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അഞ്ജുന്റെ ബാക്കിൽ ഒരാളെ നമ്മൾ കണ്ടുമുട്ടി ഗൈസ്. അയാളെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഒരിക്കലും നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ല. മൂപ്പർക്ക് ഇപ്പൊ 3:30 കാസർഗോഡ് നിന്ന് ട്രെയിൻ ഉണ്ട്, അതിന് പോകേണ്ട തിരക്കിലാണ്. എന്നാലും നമ്മൾ കാണാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട് മൂപ്പര്. ഇപ്പൊ നിങ്ങൾക്ക് അയാളെ കാണാൻ പറ്റും. ഇത് നമ്മളെ മലയാള സിനിമേന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ ലാൽ ജോസ് സാറാണ്. അപ്പോൾ സാറിന്റെ കൂടെ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മളവിടെ ഫുഡ് കഴിക്കുമ്പോൾ മൂപ്പര് നമ്മളെ ബാക്കിൽ കൈ കഴുകുന്നുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് രണ്ടാമതാണ് നമ്മളെ മൂപ്പരെ കാണുന്നത്. ഇപ്പോൾ ഞാനൊരു കഞ്ഞി ഓർഡർ ചെയ്ത് നാടൻ ചിക്കൻ കറിയും കുഞ്ഞൂസും അഞ്ചും ഒരു ബിരിയാണി ഷെയർ ആക്കി കഴിച്ചു. നല്ലൊരു ഭക്ഷണമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഹോട്ടലിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു അരുവി ഉണ്ടായിരുന്നു. അപ്പോൾ ആ അരുവി ഒന്ന് കാണാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോയി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. വെള്ളം ക്ലിയർ മാത്രമല്ല, നല്ല തണുപ്പും ഉണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ പരൽ മീനും. അങ്ങനെ ആ കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് നേരെ തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ പോലെ. ഇനി നമുക്ക് ചിക്കമംഗളൂർ പിടിക്കണം, പോകുന്ന വഴിയിലെ സ്ഥലങ്ങളും കാണണം. കാട്ടിന്റെ അകത്ത് കയറിയിട്ടാകുമ്പോ കുഞ്ഞൂസ് ചോദിക്കാൻ തുടങ്ങി, മാനുണ്ടാച്ചാ, മുയലുണ്ടാച്ചാ, ആനയുണ്ടാ, കുതിരയുണ്ടാ, ഇങ്ങനെല്ലാം ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. കുഞ്ഞൂസ് ഇങ്ങനെ നോക്കിയേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുരങ്ങുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവുന്നുണ്ട്. കുഞ്ഞൂസ് ഇങ്ങനെ നോക്കിയേക്കുന്നുണ്ട്. കുരങ്ങിനെ ആനയൊന്നും കണ്ടില്ല, ഒരു അച്ചച്ചനെ കണ്ടു, ഒരു കത്തി ഉണ്ടായിന്. പിന്നെ അധികം നിർത്തിയില്ല, ആടെ നപ്പന്നെ വിട്ടു. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. അങ്ങനെ നമ്മള് സുബ്രഹ്മണ്യ എത്തി. അഞ്ജു ഇതാണ് മനോഹരമായ സുബ്രഹ്മണ്യ കുക്കേശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ. ഇതിന്റെ മുകളിൽ കാണുന്ന മല കണ്ട അല്ലേ? മല, മഞ്ഞില്ല, നല്ല വെയിലല്ലഞ്ഞു. അന്നദാനം ഉണ്ടോ തോന്നല്ലേ? പാത്രത്തിന്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്, പ്ലേറ്റിന്റെ. ഇത് രഥമല്ലേ? ഇത് രഥമുണ്ട്. ഉത്സവത്തിന് ചിലപ്പോ ഏത് എന്ത് അതെന്ത് അതെ ഫസ്റ്റ് റൂം അതുപോലെ. ഇവിടെയും ചെറിയൊരു രഥമുണ്ട്. ഹോട്ടൽ ശ്രീ കൃപ. അങ്ങനെ ഗൈസ് നമ്മള് സുബ്രഹ്മണ്യ ടെമ്പിളിന്റെ ഫ്രണ്ടിലുണ്ട്.
നമ്മളാരും കുളിക്കാത്തതുകൊണ്ട് ഇനി അമ്പലത്തിൽ കയറുന്നില്ല. തിരിച്ചു വരുന്ന വഴി നോക്കാം അല്ലേ, കുളിച്ച് ഫ്രഷ് ആയിട്ട് കയറും. രാവിലെ എന്തായാലും നടത്തണം. ഇന്ന് രാത്രി നമുക്ക് ചിക്കമംഗ്ലൂർ കുടിക്കണം അല്ലേ? ചായ കുടിക്കണം നമുക്ക്. ചായ കുടിക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യം എന്ന ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഹൈവേയുടെ സൈഡിൽ ഇഷ്ടംപോലെ ചായക്കടയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ട്. എന്തുകൊണ്ട് ചൂടുകൊള്ള നല്ല സൂപ്പർ ബൻസ്, നല്ല ചട്നി. ഇങ്ങനെ മുക്കാം, നല്ല ചൂട് ബൻസ് ചട്നിയിൽ മുക്കാം. ഇങ്ങനെ എടുക്കാം. ഞാനൊരു ബൻസ് പറഞ്ഞു, കുഞ്ഞൂസ് ഗോളിയ ചോറിന് 5, പിന്നെ വേറെന്തോ പറഞ്ഞു. പക്ഷേ കർണാടകത്തെ ചായ ഇല്ലേ, ചെറിയ ഗ്ലാസ് ആണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കമംഗ്ലൂർ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. നമ്മളെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ പേര് മറക്കണ്ട, ചായ ബജി.